ശോ, എനിക്ക് കൊതി അടക്കാൻ വയ്യായിട്ട് ഇതിൻ്റെ മണം കേട്ടിട്ട് ഞാൻ തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ചൂടാണ്. ഒരു രക്ഷയില്ല, പൊളി. ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കാന്താരി ബീഫാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിട്ട് നല്ല അടിപൊളി ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പീസൊക്കെ നമ്മൾ നോക്കി കണ്ടെടുത്ത് നല്ല സോഫ്റ്റ് ബീഫ് കൊണ്ട് ഉണ്ടാക്കിയാലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പേര് പോലെ തന്നെ ഇത് കാന്താരി മുളക് ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു പച്ച കളറായിരിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈ കാന്താരി മുളകിന് അല്ലെങ്കിലും പൊതുവെ ഇത്തിരി ടേസ്റ്റ് കൂടുതലാണല്ലോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ ബീഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സ്പൂൺ ഉപ്പ്, പിന്നെ നമ്മളിതിലോട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് 1 സ്പൂൺ ഗരം മസാല. ഇത്രയാണ് പൊടികൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത്. ചുവന്നുള്ളി, കാന്താരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം നമ്മൾ നന്നായിട്ട് അമ്മിയിൽ ചതച്ച് അല്ലെങ്കിൽ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് ഈ ബീഫിലേക്ക് ചേർക്കണം. ഒരു 1/2 മണിക്കൂർ വെക്കണം കേട്ടോ, നന്നായിട്ട്. അപ്പം നമുക്കിനി ഇത് ഈ മൺചട്ടിയിൽ തന്നെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കൊന്ന് നന്നായി വെള്ളമൊക്കെ വന്ന് നല്ല പരുവായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഉപ്പും വേവും ഒക്കെ നോക്കാം. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, കറക്റ്റാണ്. അപ്പം ഇനി നമുക്കിത് എന്നിട്ട് ചാറൊന്ന് വറ്റി ഇതിലേക്ക് ചേർന്നാൽ മതി. നമുക്കിങ്ങനെ ചാറോടെ കഴിക്കണമല്ല, എന്താ പറയുക, അപ്പത്തിൻ്റെയോ പൊറോട്ടയോടെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം. പക്ഷെ നമുക്കൊരു വരട്ടിയ ഒരു കുറുകിയ പരിവാണെങ്കിൽ നമുക്കിത് ഒന്നും കൂടി ഇതിൻ്റെ ചാറൊന്ന് വറ്റിച്ചെടുക്കാവേ. അപ്പോൾ ഇതൊന്നും തിളച്ച് കിടന്ന് വറ്റട്ടെ കേട്ടോ. പക്ഷെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വായിൽ നല്ല വെള്ളം വരുന്നുണ്ട്. ആ പരുവും അതിൻ്റെ സ്മെല്ലും രക്ഷയില്ല. നമുക്കിതിൻ്റെ അവസാനത്തെ ഒരു മിനുക്കുപണിയുണ്ട്. ജസ്റ്റ് ഒരു മേമ്പൊടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യം, അതും കൂടെ നമുക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെക്കുകയാണ്, കാരണം മൺചട്ടി ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചു. നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി നമുക്കിതിലിട്ടിടാം.
ഇത്രയും കൂടി ഇടാം. ചെറുതായിട്ടൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഈ ബീഫിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇവനെ അങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പക്ഷേ എനിക്ക് കൊതി അടക്കാൻ വയ്യാട്ടതിൻ്റെ മണം കേട്ടിട്ട് ഞാൻ തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ചൂടാണ്. ഒരു രക്ഷയില്ല, പൊളി. ഓ ഐ ജസ്റ്റ് ലവ് ദാറ്റ്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ എഗെയിൻ ഐ ആം ടെല്ലിങ് യു, ഇതുപോലത്തെ അടിപൊളി ഡിഷസ് കാണാൻ വേണ്ടിയിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമായിട്ട് നിങ്ങൾ ലയാസ് കിച്ചൻ ഫോളോ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വാല്യുബിൾ റിവ്യൂസ് എന്നെ അറിയിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഇതിൽ ചേഞ്ചസ് വരുത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും എന്നോട് അറിയിക്കണം. യുവർ റിവ്യൂസ് റിയലി മാറ്റേഴ്സ് ടു മീ. അപ്പോൾ അടുത്തൊരു ഡിഷുമായിട്ട്, ഇതിന് കാന്താരിയുടെ ഇതായതുകൊണ്ട് തന്നെ കുറച്ച് എരിവുണ്ട്. ആ എരിവാണ് എൻ്റെ ചുണ്ടിലിങ്ങനെ നിൽക്കുന്നത്. പക്ഷെ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ഡിഷുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.